കോട്ടയം ചെറുപള്ളി ക്ഷേത്രത്തിലെ ജഡ്ജി അമ്മാവൻ നടയിൽ ദർശനം നടത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കുളത്തിൽ എംഎൽഎ. ഈ തിങ്കളാഴ്ചയാണ് വൈകുന്നേരത്തോടെ ഇത്തരത്തിൽ രാഹുൽ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. കാരണം ഇവിടെ എത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ കാര്യം ഫലിക്കുമെന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. കാരണം ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഇവിടേക്ക് എത്തിയതിൽ വളരെയധികം ഫേമസ് ആണ് ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത്. എന്തായാലും ഈ മാസം 18-ാം തീയതി രാഹുലിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എത്ര നിർണായകമാണ് ഇനി ആ ഒരു ഘട്ടം എന്ന് പറയുന്നത്? തീർച്ചയായിട്ടും ഈ ജഡ്ജിയമ്മൻ കോവിൽ കുറച്ചുകൂടി ഒന്ന് ഫേമസ് ആയി തോന്നുന്നു. കാരണം മുൻ ക്രിക്കറ്റ് താരമടക്കം നിരവധി പേര് ഇവിടെ പല കാര്യങ്ങൾ. അപ്പം ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കോടതി വ്യവഹാരങ്ങളുമായിട്ട് കേസ് വിജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്ന നേർച്ചയൊക്കെ ചെയ്യുന്നത്. എന്തായാലും ആ ക്ഷേത്രം കുറച്ചിപ്പോൾ ഫേമസ് ആയി. അപ്പോൾ പലരും ഇവിടെ എത്തുന്നു എന്നുള്ള, പല VIP അവിടെ എത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ പുറലോകം അറിയുന്നു. അതൊരു ക്ഷേത്രമല്ലേ. ഇന്നലെ എനിക്കതിൽ തോന്നിയത് രാഹുൽ ഇങ്ങനെ ക്ഷേത്രത്തിൽ എത്തുന്നതൊക്കെ 24 റിപ്പോർട്ടറും ഒക്കെ വിട്ടപ്പം ഇതിൻ്റെ കമൻറ്റുകളായിരുന്നു രസകരം. ആദ്യമൊക്കെ ജനങ്ങൾക്കൊരു ആകാംക്ഷയായിരുന്നു, രാഹുൽ പോകുന്ന അവനെ പിടിക്കണം, പിന്നീട് അത് വേറെ പണിയില്ലേ എന്നുള്ള രീതി. ഇപ്പം പറയാൻ രാഹുൽ നീ സൂക്ഷിച്ചോ, നീ യൂറിൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ പോലും ചിലപ്പോൾ ക്യാമറ കണ്ണുകൾ വരും, അതുകൊണ്ട് നീ സൂക്ഷിച്ചു. സത്യമാണ്. ഇത് പച്ചയ്ക്ക് പറയുന്നതിൽ നമുക്കും എന്താ പറയുന്നത് കുറച്ച് നാണമുണ്ട്. കാരണം ഇതാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അവസ്ഥ. 1-2 ചാനലുകളേ ഉള്ളൂ, അല്ലാതെ എല്ലാ ചാനലുകളും ഒന്നുമല്ല. വേറെ പണിയില്ലേ എന്നുള്ളത് മാത്രമേ ചോദിക്കാനുള്ളൂ. കാരണം രാഹുൽ എവിടെയൊക്കെ പോകുന്നു അവിടെ എല്ലാം ക്യാമറ കണ്ണുകളാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിനും അറിയാം. അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിനോട് മറ്റേ വോട്ടിടാൻ വന്നപ്പം പ്രവർത്തി ഇനി എങ്ങോട്ടേക്കാന്ന് എന്നെ ട്രേസ് ചെയ്യൂ, വരൂ, പുറകെ വരൂ, കമോൺ. ദിവസം 2-വീലറിൽ ക്ഷേത്രത്തിൽ അതെ ഹെൽമെറ്റ് ഇടാണ്ട് പോകുന്നത്. അപ്പം ചുരുക്കം പറഞ്ഞ രാഹുലിന്റെ പുറകെ തന്നെ ഈ പറയുന്ന പോലീസ് അല്ലെങ്കിൽ മീഡിയക്കാര് പുറകെ തന്നെ ഉണ്ട്. അതെന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പൊ അത് ജനങ്ങൾക്ക് ഇപ്പോൾ അതൊരു കോമഡി ഷോ ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഇന്നലെ ജഡ്ജിയമ്മൻ കോവിൽ ദർശനം നടത്തിയ രാഹുൽ മാങ്കൂട്ടത്തിനെ കാണാൻ നമുക്ക് സാധിച്ചു. മാത്രമല്ല ഇന്നലെ ഉച്ച മുതൽ പോലീസ് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീടിന് മുന്നിലുണ്ടായിരുന്നു. കാരണം ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് 1 സെക്കൻഡ് പോലും വയ്ക്കാതെ അകത്തോട്ട് ചെല്ലുക, രാഹുലിനെ പൂട്ടുക, ഇതായിരുന്നു ലക്ഷ്യം. പക്ഷേ രാഹുൽ രാവിലെ കൂളായിട്ട് എഴുന്നേറ്റ് 2-വീലറിൽ ക്ഷേത്രത്തിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ശരീരഭാഷയിൽ തന്നെ ഒരു പക്ഷേ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു, ജനങ്ങളൊക്കെ സോഷ്യൽ മീഡിയ അടക്കം പറയുന്നത് കേട്ടു, എന്തോ ഒരു ആളുടെ ഭാഗത്ത് എന്തോ ഒരു പോസിറ്റീവ് ഇതുള്ളത് കൊണ്ടാണ് കൂളായിട്ട് നടക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ സംഭവിക്കുകയായിരുന്നു. കാരണം ഈ ഒരു കേസിൽ ഇന്നലെ ക്രിസ്മസ് അവധിക്ക് ശേഷം ഇനി മതി എന്നുള്ളത് ഒരു കേസും, ആദ്യത്തെ കേസ് 18-ാം തീയതിയിലേക്കുമാണ് മാറ്റിവെച്ചത്. അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്, ഈ കേസ് എന്തുമാത്രം വീക്കാണ് എന്നുള്ളത്. അല്ലാതെ വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ്. ബലാത്സംഗം, പീഡനം എന്നൊക്കെ പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു കേസാണ്. അപ്പോൾ ആ കേസിൽ ഈ സെഷൻസ് കോടതി ആണെങ്കിലും ഹൈക്കോടതി ആണെങ്കിലും വളരെ അതിവേഗമാണ് തീരുമാനം എടുക്കുന്നത്, ജാമ്യം നിഷേധിക്കുക എന്നുള്ള രീതി. ഒന്ന് ആലോചിച്ച് നോക്ക്, രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒന്നും പറയാത്ത ഒരു പാവത്തിന് 18 ദിവസം പെട്ടെന്നല്ലേ കൊണ്ടുവന്ന് ജയിലിൽ പൂട്ടിയിട്ട്. പക്ഷെ അത്രയും പോലും രാഹുൽ മാങ്കൂട്ടത്തിന് കേസിന് ഇല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വാസ്തവം എന്ന് പറയുന്നത്. ഒന്നാലോചിച്ചു, യൂട്യൂബിലിരുന്ന് അതിജീവിതയെ ആക്ഷേപിച്ചു, പക്ഷെ അതിനകത്ത് ഒന്നുമില്ല, ആക്ഷേപിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ആ പാവം 12 ദിവസം കിടന്നതെന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. അപ്പോൾ അത്രയും പോലും സ്ട്രോങ് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എന്നുള്ളതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ഞാൻ 2ാമത്തെ കേസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയോ നല്ല തെളിവുകൾ, സ്ട്രോങ് എവിഡൻസ് ഉണ്ടായിരിക്കും. കാരണം ക്രൂരമായ ബലാത്സംഗമാണ്. നമ്മൾ ഇതൊക്കെ നോക്കുമ്പം അതിക്രൂരമായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ള തരത്തിലാണ് അതിനകത്തെ വാദം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു തീർച്ചയായിട്ടും ഇതിലാകപ്പെടും, രാഹുലിനെ ഓൺ ദ സ്പോട്ട് തന്നെ പൂട്ടും എന്നുള്ളത് ഒരു ദാക്ഷിണ്യമില്ല. പക്ഷേ സെഷൻസ് കോടതിയിൽ പൂട്ടുക തന്നെ ചെയ്യുന്നുള്ള ഉറപ്പാണ്. പിന്നെ ഹൈക്കോടതിയിലെങ്ങാനും പോയാൽ ചിലപ്പം കിട്ടും, അല്ലെങ്കിൽ ബെയിലെങ്ങാനും കൊടുത്താൽ കൊല്ലം കിട്ടും എന്നുള്ളതല്ല. പക്ഷെ സെഷൻസ് കോടതി പോലും തള്ളി എന്ന് പറഞ്ഞപ്പം ആദ്യത്തെ കേസ് എന്നാൽ ഞാൻ വിചാരിച്ചു ഒരു പക്ഷേ ജാമ്യം കിട്ടുന്നു. പക്ഷെ അവിടെ സെഷൻസ് കോടതി എന്താണ് ജാമ്യം നിഷേധിച്ചു, പക്ഷെ ഹൈക്കോടതി അറസ്റ്റ് തടയുക ചെയ്തു. പക്ഷെ 2ാമത്തെ കേസിൽ സെഷൻസ് കോടതി പോലും പരിഗണിക്കാൻ പറ്റാത്ത വീക്കായിട്ടാണ് ഇപ്പോൾ പരാതി പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയോ സെഷൻസ് കോടതി പറഞ്ഞിരിക്കുന്ന പല വൈരുദ്ധ്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം അതിൽ ഈ പറയുന്ന രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. രാഹുൽ പറയുന്നത് പോലെ അങ്ങനെ ഉണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു.
അപ്പോൾ നിലവിലിപ്പം രാഹുൽ മാങ്കൂട്ടം ജയിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഇനിയിപ്പം പുതുവർഷമൊക്കെ നന്നായിട്ട് ആഘോഷിക്കാൻ UDF-ന് രാഹുൽ മൂലം ഒരു കോട്ടം ഉണ്ടായില്ല എന്ന് മാത്രമല്ല തൂത്തുവാരുമായിരുന്നു. എനിക്ക് തോന്നുന്നു രാഹുലിന്റെ വിഷയം കുറച്ചുകൂടി ജനം ഏറ്റെടുത്ത് വാശിക്ക് കൊണ്ടൊന്ന് കുത്തുമായിരുന്നു. ഒരു പക്ഷേ VD സതീശനൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലായിരുന്നു വല്ലാത്തൊരു മുന്നിൽ. കാരണം ഗ്രാമപഞ്ചായത്തുകളൊക്കെ പോയി തൂത്തുവാരി UDF എടുക്കുന്നു. അവർക്ക് നമുക്ക് മനസ്സിലാവും, കാരണം അവര് പ്രതീക്ഷിച്ചതിനും അപ്പുറത്തേക്കാണ്. അതെ അതെ, ഇതിപ്പം മൊത്തത്തിലുള്ള അവലോകനം വരുമ്പം വോട്ടിന്റെ ശതമാനം CPM നിലനിർത്തി UDF-ന് കുറഞ്ഞു എന്നൊക്കെ. പക്ഷെ അതൊന്നുമല്ല ഇവിടെ നമുക്കറിയേണ്ട, ജയപരാജയങ്ങളാണ്. അപ്പം ഗ്രാമപഞ്ചായത്തുകളിൽ നമുക്കറിയാം UDF ഒന്നും അത്ര അങ്ങനെയൊന്നും എടുക്കത്തില്ല. കാരണം അവരുടെ അടിത്തട്ടിലെ പ്രവർത്തനമൊന്നും അങ്ങനെ ഒരു ഇറങ്ങി പ്രവർത്തനങ്ങളൊന്നുമില്ല. പക്ഷെ ഇത്തവണ അവർ കൃത്യമായിട്ടൊക്കെയാണ്, കൃത്യമായ ഒരു അജണ്ടയോടുകൂടി തന്നെയാണ് അവർ ഓരോ സ്ഥാനാർത്ഥി നിർണ്ണയം ഒക്കെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യം വോട്ടിംഗ് ഒക്കെ കിട്ടും. കോർപ്പറേഷനൊക്കെ 1-2 പിടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ അങ്ങ് തൂത്തുവാരി എടുക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ഒരുപക്ഷെ നമ്മളൊക്കെ ആദ്യത്തെ ചർച്ച പറയാറുണ്ട്, ഈ രാഹുലിന്റെ വിജയവും പരാജയമാണ് ഈ ഒരു വോട്ടിലുള്ള UDF-ന്. മറുഭാഗത്ത് ശബരിമല വിഷയമാണെങ്കിൽ ഇത് രാഹുലിന്റെ വിഷയമല്ലേ. അപ്പോൾ പക്ഷേ ഇത് രാഹുലിന്റെ ഒരു വിജയം. കാരണം ഇതൊന്നും ജനങ്ങൾക്ക് എഫക്റ്റ് ചെയ്തില്ല എന്നുള്ളത് മാത്രമല്ല, ഈ CPM അനുകൂലികൾ പോലും വാശിക്ക് പോയി പണ്ടാരടങ്ങ് പോയി അങ്ങ് വോട്ട് കുത്തുകയായിരുന്നു ചെയ്ത്. അല്ല, രാഹുൽ അതിനുശേഷം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ജനം കാണേണ്ടത് കാണും. അതെ, പ്രബുദ്ധ കേരളമാണ് ജനം നോക്കുന്നത്, മറ്റു പല കാര്യങ്ങളാണ്, ഇതൊന്നും അല്ല എന്നുള്ളത്. ഇനിയെങ്കിലും അത് മനസ്സിലാക്കിയേക്കണം. പക്ഷെ എവിടുന്ന് CPM അല്ലേ, എവിടുന്ന് മനസ്സിലാക്കാൻ. അപ്പം ഇത് ഈ ഒരു കേസിന്റെ കാര്യത്തിലേക്ക് ഇനി പോകുമ്പോൾ ഇപ്പം രാഹുലിന് മുന്നും പിന്നൊന്നും നോക്കാല്ലേ. കാരണം പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഈ പറഞ്ഞോണം MLA എന്നൊരു പദവി ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരു പിന്തുണ കോൺഗ്രസിനകത്തും പുറത്തും നോക്കാൻ വല്ലാത്തൊരു പിന്തുണ രാഹുലിന് ഇപ്പോഴും ഉണ്ട്. കാരണം അവിടുത്തെ സ്ഥാനാർത്ഥികൾ ജയിച്ചപ്പോൾ പോലും നേരെ MLA കാണാം. അതിൽ തന്നെ നമുക്ക് അപ്പൊ എന്ത് ഇത് രാഷ്ട്രീയ പ്രേരിതം എന്തൊക്കെ ചെയ്താലും പക്ഷെ ആ വ്യക്തിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് ആർക്കും തട്ടിക്കളയാൻ പറ്റത്തില്ല. രാഷ്ട്രീയ ജീവിതത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്പേസ്, അത് മറ്റാർക്കും ആ സ്പേസിലേക്ക് കടന്നു വന്നിട്ടുമില്ല. ഇനി കടന്നു വരുമോ എന്നുള്ളതും കൂടി സംശയിക്കേണ്ടിയിരിക്കും. അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് പവർഫുൾ ആയിട്ടുള്ള ആരെങ്കിലും KSU എന്നൊക്കെ കടന്നു വരണം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടം മാത്രമല്ല MLA എന്നൊരു സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അദ്ദേഹം പാലക്കാട് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ ജനം നോക്കിക്കാണുന്നുണ്ട്. മാത്രമല്ല ഒരു ഡിബേറ്ററായിട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് VD സതീശന് ശേഷം ഒരുപക്ഷെ നന്നായിട്ട് വാക്പോരുകൾ നടത്താനും അത് കൃത്യമായിട്ട് ഓരോ പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാനും പറ്റുന്ന നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്. അപ്പൊ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് ആ ഒരു നേതാവ് എന്നുള്ള രീതി നോക്കിയാൽ അദ്ദേഹം 90% പെർഫെക്റ്റ് ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ അദ്ദേഹം 1% പോലും നല്ലതല്ല എന്നുള്ളതായിരിക്കാം ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതമാണ്. അപ്പൊ ജനത്തിന്റെ സ്വകാര്യ ജീവിതം എന്ത്, രാഷ്ട്രീയ പൊതുജീവിതം എന്തെന്നുള്ളത് കൃത്യമായിട്ട് ഒരു അവലോകനമുണ്ട്. ഇപ്പം ജനത്തിന് വേണ്ടുന്ന അദ്ദേഹം പൊതുപ്രവർത്തകൻ, അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹം എങ്ങനെ ഉണ്ട് എന്നുള്ളതല്ല, അദ്ദേഹം പൊതുപ്രവർത്തനത്തിൽ എങ്ങനെയാണ്, കട്ടുമുടിക്കുന്നുണ്ടോ, കൊള്ളയടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ തിരിമറികൾ നടത്തുന്നുണ്ടോ, ഇത് മാത്രം ജനത്തിന് നോക്കിയാൽ മതി. അല്ലാതെ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിൽ അദ്ദേഹം ഏതെങ്കിലും പെൺകുട്ടികളുടെ കൂടെ പോയെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന അദ്ദേഹം പ്രണയിക്കും, അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജീവിതം, നമുക്കത് ആർക്കും. പക്ഷെ ഇവിടെ ഒന്നിൽ കൂടുതൽ സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളൊരു ആക്ഷേപം വന്നപ്പോഴാണ് അത് ജനശ്രദ്ധയിലേക്ക് വന്നത്. മാത്രമല്ല ബലാത്സംഗം വന്നപ്പോഴാണ്. പക്ഷെ ബലാത്സംഗം അല്ല എന്നുള്ളത് ഗർഭചിത്രമൊക്കെ വന്നത്. പക്ഷെ അതല്ല എന്നുള്ളത് ഇപ്പോൾ കോടതിയിൽ നിന്ന് തന്നെയുള്ള ഇത് കാര്യങ്ങൾ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഉഭയകക്ഷി ഇനിയിപ്പോൾ അതിന്റെ വിധി വരുമ്പോൾ നമുക്കറിയാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇത് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു, നിയമത്തിന് മുന്നിൽ ഞാൻ തെറ്റുകാരനല്ല എന്ന് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട്. അപ്പൊ അദ്ദേഹം ഈ പറഞ്ഞ ബുദ്ധിയും ബോധമുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പൊ നിയമത്തിന് മുന്നിൽ ചിലപ്പം രാഹുലിനെ എന്താ പറഞ്ഞ വെറുതെ വിടും. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒന്നിൽ കൂടുതൽ പെൺകുട്ടികളുമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പ്രണയവും അല്ലെങ്കിൽ റിലേഷൻഷിപ്പും ഒക്കെ വെക്കുന്നത് അത്ര നല്ല രാഷ്ട്രീയ നേതാവിന് ചേർന്ന പണിയല്ല. അതിനെ തിരുത്തേണ്ടതിനെയൊക്കെ തിരുത്തുക. പിന്നെ പോയതൊക്കെ പോട്ടെ, എല്ലാ ജീവിതത്തിനും പാകപ്പിഴകളും അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുമല്ലോ. ഈ 2 കേസുകളിലും രാഹുലിന് അറിയാം ഇതിന്റെ വിചാരണ ഇനി കുറച്ചാളൊക്കെ നീണ്ടുപോകും. അതുവരെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ ഭാവി അത്ര നല്ല ശോഭനമാകത്തെ. ഇപ്പൊ ദിലീപ് കണ്ടില്ല 8.5 വർഷം അനുഭവിച്ചു. അപ്പൊ ഇപ്പോഴും ദിലീപിനെ വിധി വന്നിട്ടും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വേട്ടയാടുന്നോ ഇല്ല നമ്മളത് അറിയുന്നില്ല. ദിലീപ് ചെയ്തോ ഇല്ല, ഇപ്പോഴും അതിനൊരു പൂർണ്ണത ഇപ്പം വരുന്നില്ല. കാരണം എനിക്കും പൂർണ്ണതയില്ല. കാരണം പിന്നീട് ആര് എന്നൊരു ചോദ്യം ഉയർന്നുണ്ട് അവിടെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആര്, പൾസർ സുനിയുമായിട്ട് എന്താണ്, അത്രയ്ക്ക് പൾസർ സുനിക്ക് അതിജീവിതയോട് എന്താണ് ഇത്ര വൈരാഗ്യം, ഇതൊക്കെ നമ്മുടെ ചോദ്യമാണ്. അപ്പൊ അതവിടെ നിൽക്കാതെ ഇതും കേസും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്നാലും ഈ പറയുന്നത് കുറെ നാള്
കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തിയെ രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ഒരുപക്ഷെ ഈ കേസ് സഹായിച്ചു, ഏത് പാർട്ടിക്കാർക്കാണെങ്കിലും. അതാണ് ഇപ്പം. പക്ഷെ എന്നാലും ഈ പറയുന്ന പരോക്ഷമായിട്ട് തന്നെ രാഹുൽ നിലകൊണ്ട് നേരിടും. കാരണം അങ്ങനെ പിന്മാറുന്ന ഒരു നേതാവല്ല രാഹുൽ മാങ്കൂട്ടം. കാരണം വേറെ ആരെങ്കിലും ആയിരുന്നു ഇപ്പൊ തളർന്നുപോയേനെ. പക്ഷേ ഇത് നേരിടുക തന്നെ. ഇപ്പൊ ഈ ഇതും ഇനിയിപ്പോൾ വിചാരണ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന്റെ മൊഴികളുടെയും സാക്ഷികളുടെയും തെളിവുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഹൈക്കോടതിയുടെ ഒരു ഇത് വരുന്നത്. ചിലപ്പോൾ ഇത് ഈ പറഞ്ഞോണം എഴിഞ്ഞെഴിഞ്ഞ് നീണ്ട് മുന്നോട്ട് പോകും. അതല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് നാളിനൊക്കെ ഇതിനൊരു പൂർണ്ണത വന്നു കഴിഞ്ഞാൽ പിന്നെ, പക്ഷെ അങ്ങനെ വരത്തില്ല. കാരണം ഇനി എന്തായാലും ഒരു 2-3-4 വർഷം പിടിക്കും. അപ്പോൾ ഒരു പൂർണ്ണത ഇതിനിടയിൽ വന്നു കഴിഞ്ഞാൽ ഓക്കെ, ചിലപ്പം രാഹുലിന്റെ ഭാവി ശോഭനമാകും എന്ന്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തൽക്കാലം രാഷ്ട്രീയ ഭാവിയൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ നിഷ്പക്ഷമായിട്ടൊക്കെ നിൽക്കാനേ പറ്റും. ഇതെന്തായാലും ജഡ്ജിയമ്മൻ കോവിലല്ലേ പ്രാർത്ഥിച്ചത്. അപ്പോൾ ചിലപ്പോൾ ശുഭകാര്യം എല്ലാം നടക്കും. കാരണം അവിടെ പ്രാർത്ഥിച്ചവരെല്ലാം രക്ഷപ്പെട്ട ചരിത്രമാണ് പറയുന്നത്. അപ്പം ഏതായാലും പ്രേക്ഷകർ ഇനിയിപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഇത് എത്രയോ വ്യവഹാരങ്ങൾ, എനിക്കൊന്ന് നമ്മുടെ കേരള ഹൈക്കോടതിയിലായാലും ഓരോ കോടതിയിലും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഇത്തരത്തിലുള്ള കേസുകളാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാവരും ജഡ്ജിയമ്മൻ കോവിലിൽ ഇനിയിപ്പോൾ പോവുമായിരിക്കും. ഇതൊക്കെ ഒരു വിശ്വാസമാണ്, വിശ്വാസത്തിന്. പക്ഷെ അതിൻ്റെയൊക്കെ പുറകെ എന്തിനാണ് ഈ മാധ്യമപ്രവർത്തനം? അദ്ദേഹത്തിൻ്റെ ഒട്ടും സ്വകാര്യതയില്ല. ശരിക്കും പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിനകത്തെ ബെഡ്റൂമിലും ഈ പറയുന്ന ബാത്റൂമിലും ഒക്കെ ഉള്ളൂ ഇനി ക്യാമറ ഇല്ലാത്തത്. അതും ഇടയ്ക്ക് ബെഡ്റൂമിലും എങ്ങാണ്ട് ആദ്യത്തെ ഈ സമയമൊക്കെ വന്നപ്പം ബെഡ്റൂമിൽ വരെ ക്യാമറ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ പറഞ്ഞതുപോലെ എവിടെയൊക്കെ ക്യാമറ വെക്കും എന്നുള്ളത് അത് രാഹുലിനും അറിയാം. അത് കണ്ടുകൊണ്ട് തന്നെയാണ് പോകുന്നത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പോകുന്നത്. എന്നാൽ പിന്നെ വന്നെടുത്തോ. ഈ രാഹുലിന് ഇപ്പോൾ ഒരു വിഷയം എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞു, അപ്പം ഇനിയിപ്പം എന്തായാലും എനിക്ക് കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു ഭാവമാണ്. ഏതായാലും UDFന്റെ തരംഗം തന്നെയാണ്. രാഹുലിന്റെ വിഷയമൊന്നും എഫക്റ്റ് ചെയ്തില്ല. മാധ്യമപ്രവർത്തകർ ഈ പറയുന്നത് പോലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ പുറകെ ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു കയറി പോകാതെ ഈ പറഞ്ഞോണമൊക്കെ കുറേയൊക്കെ ഒരു ഫ്രീഡം ആ വ്യക്തിക്കും കൊടുക്കുക. പിന്നെ മറ്റെന്തെല്ലാം രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടല്ലേ ഈ സമൂഹത്തിൽ, എന്തെല്ലാം വിഷയങ്ങളുണ്ട്, അതൊക്കെ ചർച്ച ചെയ്യപ്പെടുക. ഒപ്പം ഈ പറയുന്നത് പോലെ രാഹുൽ ഈശ്വർ ഇന്നലെ പുറത്തിറങ്ങിയല്ലേ, രാഹുൽ ഈശ്വർ ഇന്നലെ പുറത്തിറങ്ങി. പക്ഷെ ഒന്നും അധികമായിട്ടൊന്നും സംസാരിച്ചില്ല. പക്ഷെ ഈ പറയുന്നത് പോലെ വിജയം രാഹുൽ ഈശ്വറിന്റെയാണ്. കാരണം ഇതിൻ്റെ അകത്ത് എല്ലാം വാലെ പിടിച്ച് പോയെങ്കിലും വാല അകത്ത് മുറിച്ചിട്ട് വീണെങ്കിലും പക്ഷെ ഒരു വിജയം അതൊരു. പക്ഷെ ഇന്ന് രാഹുൽ ഈശ്വറിന്റെ പുച്ഛത്തോടെയും തമാശയോടെ നോക്കിക്കാണുന്ന ജനം നാളെ ഒരു പക്ഷേ ഇതൊക്കെ ഗൗരവത്തോടെ എടുക്കും. എല്ലാ കാര്യത്തിനും അങ്ങനെയാണെന്നേ. ആദ്യം ഒരു പുച്ഛവും ഇതൊക്കെ കാണും, പിന്നീട് വലിയ ഗൗരവത്തോടെ ഓരോ വിഷയങ്ങളെയും നോക്കിക്കാണും. കാരണം എല്ലാ പക്ഷവും കേൾക്കണം എന്നുള്ള രാഹുൽ ഈശ്വറിൻ്റെ ആ ഒരു വാദത്തിനോട് ഞാനും യോജിക്കുന്നു. കാരണം അദ്ദേഹം പറയുന്ന ചില കേസുകളും, ഇപ്പം നടി ആക്രമിക്കപ്പെട്ട കേസുകളും ചില കേസുകളൊന്നും എനിക്ക് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ പറ്റിയില്ലെങ്കിലും ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നതിനോട് ഞാനും യോജിക്കുന്നു. പുരുഷ കമ്മീഷനൊന്നും വേണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ എല്ലാ പക്ഷവും കേൾക്കണം.